ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ നിയോജകമണ്ഡലത്തിൻ്റെ അധ്യക്ഷൻ മിസ്റ്റർ സിനു എസ് പണിക്കർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കർഷക മോർച്ചയുടെ സംസ്ഥാന നേതാവ് ശ്രീ രാജ്കുമാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ശ്രീമാൻ പ്രദീപ് അയിരൂർ, BDJസിന്റെ സംസ്ഥാന ചുമതലക്കാരനായിട്ടുള്ള ശ്രീ സുന്ദരേശൻ, ശ്രീമാൻ രാകേഷ്, ശ്രീ അയ്യപ്പൻകുട്ടി, എന്റെ സഹപ്രവർത്തകരായിട്ട് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള മുഴുവൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരരംഗത്തുള്ളത് പാർട്ടിയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ തന്നെയാണ് ശ്രീ പ്രദീപ് അയിരൂർ, ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ്. വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ വിശദമായിട്ടുള്ള ഒരു പ്രസംഗം നടത്താൻ ആയിട്ടല്ല ഞാനിവിടെ എത്തിയത്. ശ്രീമാൻ രാജ്കുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടത്തെ കുറച്ച് സ്ഥാനാർത്ഥികളെ നേരിൽ കാണുന്നു. കിട്ടിയ ഒരു അവസരം ഉപയോഗപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട പല സ്ഥാനാർത്ഥികളും പലപ്പോഴായി ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സ്ഥാനാർത്ഥികളുടെയും കൂടെ അരികിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ വൈകുന്നേരത്തെ 3 പരിപാടികളുണ്ട്, ആ പരിപാടിയിലേക്ക് പോകാം എന്ന് കരുതിയിട്ട് ഇവിടെ നിങ്ങളെയൊക്കെ കാണാമല്ലോ എന്ന് ആഗ്രഹിച്ച് എത്തിയതാണ്. ഭാരത രാജ്യം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളോട് ഭാരത രാജ്യത്തിന്റെ നായകൻ ശ്രീമാൻ നരേന്ദ്രമോദി എന്തൊക്കെയാണോ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത്, ആ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഒരു പാർട്ടിയാണ്. നാളെ ഞങ്ങൾ ഇന്നതെല്ലാം ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ പോലും പറഞ്ഞിട്ടല്ല ശ്രീമാൻ നരേന്ദ്രമോദി ഗുജറാത്തിൽ നിന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു വന്നത്. ഈ പ്രധാനമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം കടന്നു വരാൻ കാരണം ഗുജറാത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും അവിടുത്തെ പെൺകുട്ടികളോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ പദ്ധതികളും, അടിസ്ഥാന വർഗം മുതൽ ഏറ്റവും വലിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഏറ്റവും വികസനം ചെയ്യാൻ സാധിക്കുന്ന, ജനപക്ഷത്ത് നിൽക്കാൻ സാധിക്കുന്ന, പാവപ്പെട്ടവരോട് നീതി പുലർത്താൻ സാധിക്കുന്ന ഒരു മനുഷ്യനെ, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നമുക്ക് വേണം എന്ന് തീരുമാനമെടുത്തത് ഗുജറാത്തിലെ ജനങ്ങളല്ല, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരുമാണ്. അപ്പൊ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും, ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരോട് പ്രസംഗിക്കേണ്ടതല്ല ഈ കാര്യങ്ങൾ റോഡിൽ പ്രസംഗിക്കേണ്ടതാണ്. ഈ റോഡിൽ പ്രസംഗിക്കും എപ്പോഴാണ്? ഈ അയിരൂർ, നിങ്ങളുടെ ഈ പഞ്ചായത്ത് നിങ്ങൾ ഭരണം പിടിച്ചു കഴിയുമ്പോൾ ഫോൺ വിളിച്ചാൽ മതി. അങ്ങാടിയിൽ എവിടെയെങ്കിലും ഒരു മൈക്ക് വെച്ചാൽ അവിടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കാം. അതിന് വീണ്ടും ഒരു വരവ് വരാം എന്ന് പറയാൻ കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കേൾക്കുന്നത്. അപ്പൊ ഒരു നാട് മുഴുവൻ ആഗ്രഹിച്ചു, ഞങ്ങൾക്ക് 60 വർഷത്തിലധികം ഈ രാജ്യത്തെ ഭരിച്ചു തകർത്ത കോൺഗ്രസിനെ ഇനി വേണ്ട. ഇനി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ പോലെ കേന്ദ്രത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും പ്രശംസയ്ക്ക് പാത്രമാകുന്ന ഒരു മുഖ്യമന്ത്രി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാൽ നമ്മുടെ നാടിന്റെ എല്ലാ മേഖലകളും വികസിക്കപ്പെടും എന്ന് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ആഗ്രഹിച്ചു, ശാസ്ത്രജ്ഞന്മാർ ആഗ്രഹിച്ചു, ടെക്നോളജിസ്റ്റുകൾ ആഗ്രഹിച്ചു, വലിയ വലിയ പരീക്ഷണശാലകൾക്കകത്തിരിക്കുന്ന സയന്റിസ്റ്റുകൾ ആഗ്രഹിച്ചു. ഇവരെല്ലാം ആഗ്രഹിച്ചതിന്റെ പരിണിതപരമായി ഒരു BJP-കാരൻ പറഞ്ഞില്ല. പക്ഷെ നാട്ടുകാർ ഒരു പേരിട്ടു, നമോ മോദി. നമോ മോദി എന്ന പേരിട്ട് വിളിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെയും ലാൽകൃഷ്ണ അദ്വാനിജിയുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ കർട്ടന് പിറകിൽ പ്രവർത്തിച്ച യുവ നേതാവ്, രാഷ്ട്രീയ
രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെ വിവിധ ചുമതലകളിൽ പ്രവർത്തിച്ച് കടന്നു വന്ന ശ്രീമാൻ മോദിയെ ഈ രാജ്യത്തിന് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമോ മോദി എന്ന് പേരിട്ടപ്പോ ആ മോദിജി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യം ജനങ്ങളുടെ മുന്നിൽ നിന്നപ്പോ അദ്ദേഹം കൊടുത്തത് വാക്കാണ്, ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. എത്ര നാളുകൊണ്ട് ചെയ്യും? 1 കൊല്ലം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്ക്. ആ വാക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടപ്പിലാക്കിയപ്പോ അമേരിക്കയിലെ വലിയ പത്രം എഴുതി, എന്താണ്? ചെറിയ പോക്കല്ല ഭാരതത്തിന്റെ പോക്ക്. സാമ്പത്തിക മേഖലയിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന വലിയ കേന്ദ്രങ്ങളുണ്ട്. മോർഗൻ സ്റ്റാൻലിയെ പോലുള്ള ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവർ പറഞ്ഞു ഭാരതത്തിൽ ഒരാൾ പ്രധാനമന്ത്രിയായി വന്നിരിക്കുന്നു. ആ പ്രധാനമന്ത്രിയായി വന്ന ആളുടെ പ്രത്യേകത, അദ്ദേഹം ഭൂമിയെ തൊട്ട് നമസ്കരിച്ച് എന്തോ പറയുന്നു. അതെന്താണെന്ന് പരിശോധിക്കാൻ ആളുകൾ വരുന്നു ഭാരതത്തിലേക്ക്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അമ്പലങ്ങൾ കെട്ടുക എന്നുള്ളതല്ല. എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ നാട്ടിലെ അമ്മമാരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് പദ്ധതി. രാജ്യത്തെ ലക്ഷക്കണക്കിന്, നിങ്ങൾക്കറിയില്ല, അയരൂരിലെ നല്ല ക്ലോസറ്റുള്ള നല്ല കുളിമുറിയുള്ള വീട്ടിലെ അമ്മമാർക്കും പെൺകുട്ടികൾക്കും അറിയില്ല കുളിമുറിയും കക്കൂസും ഇല്ലാത്ത ഒരു പാവപ്പെട്ട ദരിദ്ര സമൂഹത്തിലെ അമ്മമാരുടെ വേദന. ആ വേദന അറിയണമെങ്കിൽ പുലർച്ചെ 4 മണിക്ക് എണീറ്റ് മനുഷ്യർ ഉണരുന്നതിന് മുൻപ് ബക്കറ്റിൽ വെള്ളവുമായിട്ട് ഏതെങ്കിലും പൊന്തക്കാടിലേക്ക് പോയി പ്രാഥമിക കൃത്യനിർവഹണം നടത്തുന്ന ഒരമ്മയുടെ ആത്മാവിന്റെ മുറിവ് ആ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞു, എന്റെ ലക്ഷ്യം ലോകം നോക്കുമ്പോൾ ഒരൊറ്റ നാട് പോലും കുളിമുറിയും കക്കൂസും ഇല്ലാത്ത അമ്മമാരുടെ നാടുണ്ടാകരുത് എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ സംവിധാനത്തെ രാജ്യത്ത് കൊണ്ടുവന്ന് സ്വച്ഛ് ഭാരത് പദ്ധതി ആവിഷ്കരിച്ചത്. അമേരിക്കയും ബ്രിട്ടനും ജപ്പാനും ചൈനയും ഒക്കെ അത്ഭുതപ്പെട്ടു. ഇത് നടക്കുമോ? ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? എന്നാൽ നമ്മുടെ മോദിജി അത് തെളിയിച്ചു കൊടുത്തു. ലക്ഷക്കണക്കിന് വരുന്ന ഗ്രാമങ്ങളിൽ, യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ, വലിയ വലിയ റോഡുകളുടെ ഓരത്ത് കുളിമുറിയും കക്കൂസും കൊണ്ടുവന്നപ്പോ അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ കളിയാക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, കാരണം ഞങ്ങൾ പ്രാപ്തരാണ്. കേരളം പ്രാപ്തിയാക്കിയത്, കേരളത്തിലെ ജനങ്ങളെ ഒരു വിധമെങ്കിലും പ്രാപ്തരാക്കിയത് ആരാണെന്നറിയുമോ? ചട്ടമ്പി സ്വാമികളും വാഗ്ബടാനന്ദനും സത്യാനന്ദ സ്വാമികളും അതുപോലെ തന്നെ മന്നത്താചാര്യനും ഇങ്ങനെയുള്ള സാമുദായിക നവോത്ഥാന നായകന്മാർ. അവർ ഉഴുതുമറിച്ച സ്ഥലത്ത് അവിടെ വിത്തിറക്കാൻ വേണ്ടിയിട്ട് ഭാഗ്യം കിട്ടിയ കമ്മ്യൂണിസ്റ്റുകാരൻ എല്ലാം ഞങ്ങളുടേതാണ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും അച്യുതാനന്ദൻ കളിയാക്കിയപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 3.5 ലക്ഷം കക്കൂസുകൾ അച്യുതാനന്ദന്റെ, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, നമ്മുടെ കേരളത്തിലേക്ക് കൊടുത്തു എന്നുള്ളതാണ്. സ്വച്ഛ് ഭാരത് പദ്ധതിക്ക് പേര് മാറ്റിയിട്ട് ഹരിത കേരളം പദ്ധതി എന്നാക്കി മാറ്റി. ഹരിത കേരളം പദ്ധതിയിലൂടെ ടോയ്ലറ്റ് കൊടുക്കുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാവ് പറഞ്ഞു, ഇത് എന്റെയാണ്, ഞാനാണ് തരുന്നത്, ഇത് മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ് തരുന്നത് പറഞ്ഞു. അവർ മറ്റൊരാൾ പറഞ്ഞു, കോൺഗ്രസിന്റെ നേതാവ്, ഇത് ഞങ്ങളെ ഭരിക്കുന്നത് കൊണ്ടാണ് കിട്ടുന്നത്, ഞങ്ങളുടെ MLA ഉള്ളത് കൊണ്ടാണ് കിട്ടുന്നത്, ഞങ്ങൾക്ക് MP ഉള്ളത് കൊണ്ടാണ് കിട്ടുന്നത്. ഇവിടെ അടുത്തല്ലേ പായും തലയണയും പാർലമെന്റിൽ വെച്ചിട്ടുള്ള ഒരു പാർലമെന്റേറിയൻ കൊടിക്കുന്നിൽ സുരേഷ്. കാരണം ആൾക്ക് അവിടെ ചെന്നത് വിരിച്ചിടുകയേ വേണ്ടോ? എന്താ കാരണം? പ്രതിബദ്ധത, സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത സുരേഷ് കൊടിക്കുന്നിലിനെ കാലാകാലം ജയിപ്പിക്കുന്ന തെക്കൻ കേരളത്തിലെ ജനതയുള്ള ഒരു നാട്ടിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, SC വിഭാഗക്കാരന് വേണ്ടി അവന്റെ കേന്ദ്രങ്ങളെ, കോളനികളെ, അവരുടെ മക്കളെ, അവർക്ക് കോളേജുകൾ, വിദ്യാഭ്യാസത്തിന്, സാംസ്കാരിക മേഖലക്ക്, അവർക്ക് ചെറുകിട തൊഴിലവസരങ്ങൾക്ക്, വലിയ തൊഴിലവസരങ്ങൾക്കെല്ലാം പ്രാപ്തരാക്കാൻ സാധിക്കുന്ന അത്രയും വർഷം കൊടിക്കുന്നിൽ സുരേഷിനെ ഈ തെക്കൻ കേരളത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ വിഷയം പാർലമെന്റിൽ എണീക്കുന്നെന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് ഒരു കോളേജെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ ഈ മനുഷ്യന് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ പൂവിട്ട് പൂജിക്കുന്ന കോൺഗ്രസിന്റെ, എന്റെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു, എന്റെ അമ്മൂമ്മ കോൺഗ്രസ് ആയിരുന്നു, അവരെല്ലാം കൈപ്പത്തിയിലാണ് വോട്ട് ചെയ്തത്, അതുകൊണ്ട് ഞാനും കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അവർക്ക് മനസ്സിലാവാത്തത്, ഇതുപോലെ കൈപ്പത്തിയിൽ വോട്ട് ചെയ്തിരുന്ന ആസാമിലെ പ്രഗത്ഭനായിട്ടുള്ള കോൺഗ്രസിന്റെ ലീഡർ ഹിമന്ത ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരിത പതാകയെ പിടിച്ചുകൊണ്ട് ആസാമിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ പഴയ കോൺഗ്രസുകാരൻ, അദ്ദേഹം മുൻ മുഖ്യമന്ത്രി, ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റെഡ്ഡി, കോൺഗ്രസിന്റെ വലിയ നേതാവ് നമ്മുടെ പാർട്ടിയിലാണ്. മാധവറാവ് സിന്ധ്യയുടെ മകൻ
ജ്യോതിരാദിത്യ സിന്ധ്യ നമ്മുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. രാഷ്ട്രീയ ചാണകനായിട്ടുള്ള കരുണാകരന്റെ മകൾ പത്മജ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. രാജ്യത്ത് ആന്റണി എന്ന് പറയുന്ന പ്രതിരോധ വകുപ്പിന് ചുക്കാൻ പിടിച്ച ഈ ഭാരതത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ മകൻ അനിൽ ആന്റണി ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. എന്തിനും ഉറക്കെ സംസാരിക്കുന്ന PC ജോർജ് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ കരിമണൽ കത്തക്കെതിരെ വലിയ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷനായിട്ടുള്ള ഷോൺ ജോർജ് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്. ഞാൻ പറയുകയാണെങ്കിൽ അബ്ദുള്ള കുട്ടി കോൺഗ്രസിലും പോയി മാർക്സിസ്റ്റ് പാർട്ടിയിലും പോയി അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച എന്ന് പറയുന്നത് കോൺഗ്രസിന് ബദലല്ല മാർക്സിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബദലല്ല കോൺഗ്രസ്. അത് ബോധ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെ വികസനം എത്തിക്കാൻ ഒരൊറ്റ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ. അത് ലോകം അംഗീകരിച്ചിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തിനാണ് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന അബ്ദുള്ള കുട്ടി ഉൾപ്പെടെ എണ്ണം പറഞ്ഞ ആയിരക്കണക്കിന് നേതാക്കന്മാരാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ. കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആയരൂരില് ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരുപാട് വീടുകൾക്കകത്ത് താമരയിൽ വോട്ട് ചെയ്യാൻ തീരുമാനമെടുത്ത നല്ല കോൺഗ്രസുകാരുണ്ട്. എന്താ കാരണം? ആ കോൺഗ്രസുകാർ നോക്കുമ്പോൾ കാണുകയാണ് നമ്മുടെ നാട്ടിൽ 3 ലക്ഷം തേനീച്ച പെട്ടികൾ കൊടുത്തു നരേന്ദ്രമോദിയുടെ ഖാദി ഗ്രാമോദ്യോഗം. ഗ്രാമത്തിലെ ജനങ്ങളെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖാദി വഴി ഗ്രാമോദ്യോഗം വഴി 3 ലക്ഷം തേനീച്ച പെട്ടികൾ കൊടുത്തപ്പോ ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് 3 ലക്ഷം തേനീച്ച പെട്ടി കൊടുക്കുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നത് 76,000 മെട്രിക് ടൺ തേനായിരുന്നു. ഈ പെട്ടിയാണ് കൊടുത്തു കഴിഞ്ഞപ്പോ 1.5 ലക്ഷം മെട്രിക് ടൺ തേൻ ഉണ്ടാക്കാൻ നമ്മുടെ രാജ്യത്ത് സാധിച്ചു. ചെറിയ ഒരു പ്രവൃത്തി അല്ലെ, ചെറിയ ഒരു പ്രവൃത്തി നരേന്ദ്രമോദി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കർഷകർക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയിലൂടെ കിട്ടിയതാണ്. എന്നാൽ ഭക്ഷ്യധാന്യ ഉൽപാദനം റെക്കോർഡ് കാർഷിക വളർച്ചയാണ്. 357 ദശലക്ഷം ടൺ കാർഷിക ഉൽപാദന വളർച്ച കൈവരിച്ചുകൊണ്ട് ലോകം അത്ഭുതത്തോടുകൂടി നമ്മുടെ ഭാരതത്തെ നോക്കുമ്പോ ഈ കേരളത്തിലെ ആലപ്പുഴയിലെ പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ ആത്മഹത്യ ചെയ്തു അല്ലെ. പാലക്കാടിലും ആത്മഹത്യ ഉണ്ടായി. എന്തിനാ മരിച്ചത്? ഇവിടെ ഇരിക്കുന്ന പല നെൽ കർഷകരുണ്ടോ എന്ന് എനിക്കറിയാം. ഇവിടെ അധികവും റബ്ബർ കർഷകർ. നെൽ കർഷകരാണെങ്കിൽ ആ നെൽ കർഷകർക്കറിയാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. നിങ്ങൾ റബ്ബർ പാല് എടുത്ത് അത് ഷീറ്റാക്കി നിങ്ങൾ കടയിൽ കൊണ്ടുപോയാൽ കടക്കാരൻ അതിന്റെ പണം എണ്ണി അപ്പം തന്നെ തരും അല്ലെ. അത് പോക്കറ്റിലിട്ട് തിരിച്ചു പോരാം, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. എന്നാൽ പാടത്ത് പണിയെടുക്കുന്ന നെൽകർഷകന്മാര് അവർ അന്തിയോളം പണിയെടുത്ത് നെല്ലുണ്ടാക്കി അത് കൊണ്ടുപോയി ഗവൺമെന്റിന് കൊടുത്താൽ ഗവൺമെന്റ് പറയാണ് 2 മാസം കഴിഞ്ഞ് പൈസ തരാം എന്ന് പറയുകയാണ്. അപ്പൊ 2 മാസം കഴിഞ്ഞ് ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുകയാണ് പൈസ? അല്ല, ബാങ്കിലേക്ക് കടക്കാരനാക്കിക്കൊണ്ട് ബാങ്കിന്റെ മുന്നിൽ ക്യൂ നിന്ന് അവൻ വിറ്റ നെല്ലിന് അവൻ ലോൺ എടുക്കുന്ന രീതിയിലാണ് ഇന്ന് കേരളത്തിലെ സിസ്റ്റം കാർഷിക മേഖലയിൽ. ആ കാർഷിക മേഖലയിലെ സിസ്റ്റം ഉള്ള കേരളത്തിൽ പാലക്കാട് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, ആലപ്പുഴയിൽ പ്രസാദ് ആത്മഹത്യ ചെയ്യുന്നു. പ്രസാദിന്റെ വേദന നിറഞ്ഞ വാക്കുകൾ ഞാനും നിങ്ങളും കഴിഞ്ഞ കാല കേരളത്തിൽ കേട്ടു. എന്നാൽ മനുഷ്യരുടെ ശരീരം പരിശോധിച്ച് അവർക്ക് വിദഗ്ധ ചികിത്സ കൊടുക്കാൻ 10 ലക്ഷം രൂപ വരെ ഞാൻ തയ്യാറാണ്, 1 രൂപ പോലും കുടുംബക്കാർ ഇറക്കേണ്ടതില്ല എന്ന് പറഞ്ഞ വയാവന്ദന പ്രൊജക്ട് പോലും നമ്മുടെ നാട്ടിൽ ശ്രീമാൻ നരേന്ദ്രമോദി കൊണ്ടുവന്നത് ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് വീണ ജോർജ് കയ്യും കെട്ടി അങ്ങനെ ഇരിക്കുകയാണ്. എന്താ കാരണം? ആളുകൾക്ക് രോഗം വരാത്തത് കൊണ്ടല്ല. ആളുകൾ സ്വകാര്യ ആശുപത്രിയിൽ പോകട്ടെ, ആളുകൾ മെഡിക്കൽ കോളേജിൽ പോയാൽ മകൾക്ക് കൂട്ടിരിക്കാൻ അമ്മ പോയാൽ അമ്മ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് മരിക്കുകയാണ്. ഇവിടുത്തെ സർക്കാർ മേഖലകളിൽ മെഡിക്കൽ കോളേജുകളിൽ ഒരു രോഗം ചികിത്സിക്കാൻ വേണ്ടി ഒരാൾ ചെല്ലുമ്പോ MRI സ്കാൻ എടുക്കാൻ മെഷീന് ഒഴിവില്ല, വെന്റിലേറ്റർ ഒഴിവില്ല. അപ്പോ അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗിക്ക് വെന്റിലേറ്റർ ഒഴിവില്ല എന്ന് മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ ആ വ്യക്തി എവിടെ പോകും? ആ വ്യക്തി ഭാര്യയുടെ കഴുത്തിലെ കെട്ടുതാലി വിറ്റിട്ടാണെങ്കിലും തറവാട് വിറ്റിട്ടാണെങ്കിലും എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കണം, എന്റെ മകന്റെ ജീവൻ രക്ഷിക്കണം എന്ന് കരുതി അവര് പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ആ സാഹചര്യമാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്.
സർക്കാർ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടി അവൻ ഷോക്കടിച്ച് മരിക്കുകയാണ്. 13 വയസ്സുള്ള കുട്ടി ഷോക്കേറ്റ് പിടഞ്ഞു വീണ് മരിച്ചു. നമ്മുടെ കേരളത്തിന്റെ മുന്നിൽ എന്താ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ലേ? ഇവിടുത്തെ ആളുകൾക്കറിയില്ലേ? ആ സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സംവിധാനമില്ല, കളിക്കാൻ ആവശ്യമായ സംവിധാനമില്ല. ആ മേഖലകൾ പരിശോധിക്കാൻ, പഠിക്കാൻ എന്തുകൊണ്ടാണ് അധികൃതർ തയ്യാറാവാത്തത്? ആ 13 വയസ്സുള്ള കുട്ടി മരിച്ചപ്പോ റീത്തുമായിട്ട് ഞാനും പോയതാണ്. റീത്തുമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാര്, മന്ത്രിമാര്, MLA-മാര്, MP-മാര് എല്ലാവരും ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി. അമ്മ മരിച്ചപ്പോ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ അവിടെ നിന്ന് ജനപ്രതിനിധികളായി ജയിച്ച പഞ്ചായത്തിന്റെ അധികാരികൾ, അവിടുത്തെ ആ പ്രദേശത്തിന്റെ MLA, ആ പ്രദേശത്തിന്റെ MP, ഇവർക്കെല്ലാം ഉത്തരവാദിത്വ ബോധമുണ്ടായിരുന്നുവെങ്കിൽ പാവപ്പെട്ട കുട്ടികളുടെ സർക്കാർ സ്കൂളുകളിലേക്ക് 4 കൊല്ലമായി നരേന്ദ്രമോദി കൊടുത്തുകൊണ്ടിരിക്കുക. ഓരോ സംസ്ഥാനങ്ങളിലും എന്താണ് 1 കോടി രൂപയുടെ PM ശ്രീ പദ്ധതി, 1 കോടി രൂപയുടെ PM ശ്രീ പദ്ധതി കൊടുത്തിട്ട് അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. ആര്? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ആരാ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? ശിവൻകുട്ടി. ശിവൻകുട്ടി അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായിരുന്നു കേരളത്തിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ. ആർക്കറിയാത്തത്? എന്നാൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതെ, ഇവിടുത്തെ കുട്ടികളുടെ ഉന്നത ഗുണനിലവാരത്തെ കുറിച്ച് പരിശോധിക്കാൻ അറിയാതെ ആ മന്ത്രി ശിവൻകുട്ടി വെറും രാഷ്ട്രീയ പാർട്ടിക്കാരനായ ഒറ്റ കാരണം കൊണ്ട് ആ പാർട്ടിയിൽ തന്നെ ഗുണനിലവാരമുള്ള എത്രയോ ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ട് വീടുകൾക്കകത്തിരിക്കുമ്പോ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു മനുഷ്യനെ എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാക്കി മാറ്റിയിട്ട് ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് PM ശ്രീ വേണ്ട. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗം ചേർന്നപ്പോ അവിടെ എടുത്ത തീരുമാനം നരേന്ദ്രമോദി കൊടുക്കുന്ന PM ശ്രീ വാങ്ങണ്ട എന്നായിരുന്നു. എന്നാൽ കോട്ടും ഷൂട്ടും ഇട്ട് ഒരാള് ഡൽഹിയിൽ പോകുന്നുണ്ട്. ആരാണെന്നറിയുമോ? ബ്രിട്ടാസ്. ബ്രിട്ടാസ് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചിട്ടില്ല. ബ്രിട്ടാസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു യോഗത്തിലും പങ്കെടുത്തിട്ടില്ല. പോലീസിന്റെ ഒരു അടി പോലും കൊണ്ടിട്ടില്ല. ബ്രിട്ടാസ് കമ്മ്യൂണിസ്റ്റുമല്ല. ബ്രിട്ടാസിന്റെ പണി എന്ന് പറയുന്നത് എന്താണ്? KV തോമസ് മാഷിന്റെ കൂടെ ഇരിക്കുക, എന്നിട്ട് ഡൽഹിയിൽ ചായ കുടിക്കുക, എന്നിട്ട് കേരള ഹൗസിൽ ചർച്ച നടത്തുക, എങ്ങനെ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടുവരാം, കൊണ്ടുവന്ന് ആ പണം അവിടെ എത്തുമ്പോ എങ്ങനെ വകമാറ്റി ചെലവഴിക്കാം, പിന്നെ എങ്ങനെ അഴിമതി നടത്താം. അഴിമതി നടത്തിയ പണം എണ്ണിയെടുക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് പിണറായി വിജയൻ പോകുമ്പോ ബ്രിട്ടാസ് എങ്ങനെ പറന്ന് ദുബായിൽ പോകാം, അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകാം, അമേരിക്കയിൽ നിന്ന് എങ്ങനെ കുവൈറ്റിലേക്ക് വരാം, ഇതൊക്കെ റിസർച്ച് ചെയ്യുന്നതിനും ചെരുപ്പ് ഊരി കഴുകി പിണറായി വിജയനെ കൊടുക്കുന്നതിനും പാരിതോഷികമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണത്തിന് വേണ്ടിയോ പാവപ്പെട്ടവർക്ക് വേണ്ടിയോ ഒരു പണിയും എടുക്കാത്ത ബ്രിട്ടാസിന് രാജ്യസഭ കൊടുത്തു, ആദരിച്ചു. ആ രാജ്യസഭ കിട്ടിയിട്ടുള്ള ബ്രിട്ടാസ് ആയിരുന്നു കേരളത്തിന്റെ പാലം എന്ന് ആരാ പറഞ്ഞത്? പാർലമെന്റിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാനോട് വേറൊരാൾ ചോദ്യം ചോദിച്ചു, എന്താണ് കേരളത്തിലെ PM ശ്രീ സംഭവം? അപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു, എന്നെ 4-ൽ അധികം തവണ ബ്രിട്ടാസ് വന്ന് കണ്ടു. 4-ൽ കൂടുതൽ തവണ ബ്രിട്ടാസ് ഈ ഇദ്ദേഹത്തെ പോയി കണ്ടപ്പോ ബ്രിട്ടാസ് വിചാരിച്ചത് ധർമ്മേന്ദ്ര പ്രധാൻ പിണറായി വിജയനെ പോലെയാണെന്നാണോ? ധർമ്മേന്ദ്ര പ്രധാൻ ഏതെങ്കിലും ഒരു പേപ്പറിൽ ഒപ്പുവെക്കണമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയോടുകൂടി അനുവാദം ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ഭാരതീയ ജനതാ പാർട്ടിയിൽ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് കളിച്ച് പഠിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് കടന്നു വന്ന ഒരാളാണ് ശ്രീമാൻ ധർമ്മേന്ദ്ര പ്രധാൻ. ആ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ വാക്കുകൾ ഞാനും നിങ്ങളും കേട്ടു. 5 തവണയിലധികം ഈ കേരളത്തിന്റെ രാജ്യസഭാ മെമ്പർ ബ്രിട്ടാസ് ധർമ്മേന്ദ്ര പ്രധാനെ കാണുകയും ധർമ്മേന്ദ്ര പ്രധാന്റെ അടുത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചർച്ച നടത്തുകയും ഞങ്ങൾക്ക് PM ശ്രീ വേണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിണറായി അറിയാതെ ബ്രിട്ടാസ് പറയില്ലല്ലോ. അപ്പൊ പിണറായി അറിഞ്ഞിട്ടുണ്ട്, ബ്രിട്ടാസ് അറിഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് CPI-യുടെ നേതാവ് പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ടാവും, വിജയേട്ടാ ഞാൻ ഇതിനൊക്കെ പറയുന്നുണ്ട്, കാരണം എന്താണ്, ഞങ്ങൾ CPI ആണ്. അപ്പൊ CPI പറയും പിണറായി വിജയന്റെ PM ശ്രീ, പിണറായി വിജയന്റെ നാട്ടിലേക്ക് PM ശ്രീ വേണ്ട എന്ന് ഞങ്ങൾ പറയും, ഞങ്ങൾ പ്രതികരിക്കും എന്ന് CPI-യുടെ ലീഡർഷിപ്പ് പറഞ്ഞു. അത്ര അത് രഹസ്യമായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ എടുത്ത് മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ രഹസ്യമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചയുടെ
പരിണിതഫലമായിട്ടാണ് ഞാനും നിങ്ങളും കണ്ടത്. CPI-കാരൻ ബിനോയ് വിശ്വം പറയുകയാണ്, PM ശ്രീ പദ്ധതി നമുക്ക് വേണ്ട. അങ്ങനെ പെൻഷൻ വർദ്ധിപ്പിക്കണ്ടേ? ഈ പഞ്ചായത്തിലും അമ്മമാരുടെ അടുത്തേക്കൊക്കെ പോയിണ്ടാവും. എന്താണ്? പെൻഷൻ തുക വർദ്ധിപ്പിച്ചു. പെൻഷൻ തുക വർദ്ധിപ്പിച്ചാൽ ഖജനാവിൽ 10 നയാ പൈസ ഉണ്ടോ? ഇല്ല. കേരളത്തിന്റെ ഖജനാവിൽ നയാ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് പണ്ട് സോണിയ മാഡത്തിന് നല്ല തിരുത മീൻ കറി വെച്ച് കൊണ്ടുപോയി വീട്ടിൽ കൊടുത്ത് വീടിന്റെ വാതിൽ തുറന്ന നമ്മുടെ തോമസ് മാസ്റ്ററിനെ എനിക്ക് ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷേ ഡൽഹിയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് കോൺഗ്രസുകാർ വിളിക്കുക തിരുത തോമാണെന്ന്. ഈ തിരുതമീൻ കറി വെച്ച് കൊണ്ടുപോയി കൊടുത്തു. സോണിയ മാഡത്തിന് ഒന്നും അറിയില്ല. എപ്പോഴും തിരുതക്കരി കൊണ്ടുവരുന്ന തോമസ് മാഷ് വലിയ ആളായി. അങ്ങനെ കോൺഗ്രസിൽ കേന്ദ്രമന്ത്രിയായി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു. അത് കഴിഞ്ഞപ്പോ ആ കോൺഗ്രസിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി പിണറായി വിജയനുമായിട്ട് കൂട്ടുവച്ചവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഡൽഹിയിൽ. അപ്പോ ബ്രിട്ടാസ്, തോമസ് മാഷ്, പിണറായി വിജയൻ 3 പേരും ചേർന്ന് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനെ കാണാൻ പോയി. നിർമ്മല സീതാരാമനോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ 10 പൈസയില്ല, ഖജനാവ് കാലിയാണ്, ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, കുട്ടികൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ആയമാരുടെ ശമ്പളം കൊടുത്തിട്ടില്ല, സർക്കാർ സ്കൂളിൽ ബെഞ്ച് വാങ്ങാൻ പൈസയില്ല, ആയുഷ്മാൻ ഭാരതിന്റെ കീഴില് ഒരു പദ്ധതികളും നടക്കുന്നില്ല, വയോബന്ധന പരിപാടി ഇവിടെ നടക്കുന്നില്ല, ഞങ്ങൾക്ക് കുറച്ച് പണം വേണം. അപ്പോ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ നല്ല സന്തോഷമായിട്ട് ചായ കുടിച്ച് ചെയ്തത് നല്ല കഴിവും പ്രാപ്തിയുള്ള സ്ത്രീയാണ്. അവർ പറഞ്ഞു, നിങ്ങളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിന് 0 ഇടാനും കോമ ഇടാനും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കാരണം അവിടെ നിന്ന് ചോദിക്കുന്ന കോടികൾ കിട്ടുമ്പോൾ അത് ലക്ഷങ്ങളായിട്ട് മാറ്റുകയും അത് വകമാറി ചിലവഴിക്കുകയും ഈ നാടിനെ തകർക്കാൻ അഴിമതി നടത്താൻ വേണ്ടിയിട്ടല്ല നരേന്ദ്രമോദി പണം കൊടുക്കുന്നത് എന്ന് പറയാതെ പറഞ്ഞിട്ടും ഈ കേരളത്തിലെ ചെറുപ്പക്കാരോടുള്ള സ്നേഹം, ഈ കേരളത്തിലെ വൃദ്ധരായിട്ടുള്ള കർഷകരോടുള്ള സ്നേഹം, ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരോടുള്ള സ്നേഹം, ആ സ്നേഹത്തെ കൈമുതലാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ നിർമ്മലാജി പറഞ്ഞു, ശരി കടം തരാം. എന്നാൽ മറ്റൊരു സംസ്ഥാനത്തിനുമില്ലാത്ത ഒരു വലിയ അപജയമാണ് ഈ കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഞാൻ നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം കടബാധ്യതയിലൂടെ മുന്നോട്ട് പോവുകയാണ്. കേരളം ഇപ്പോ കടം വാങ്ങിയിട്ടുള്ളത് വാങ്ങിയ കടത്തിന്റെ പലിശ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണ്. വ്യവസായം കൊണ്ടുവരാനല്ല, കാർഷിക മേഖല രക്ഷിക്കാനല്ല, അമ്മമാർക്ക് പദ്ധതികൾ ഒരുക്കാനല്ല. ഇപ്പോ കടം വാങ്ങിയിട്ടുള്ളത് ഒരു സംസ്ഥാനവും വാങ്ങാൻ പാടില്ലാത്തത്രയും 15 കൊല്ലം മുമ്പ് ഇന്ത്യയുടെ ഗവൺമെന്റ് കേരളത്തോട് പറഞ്ഞു, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ കടബാധ്യത കൂടി നിങ്ങൾ ഈ നാട് തന്നെ നശിച്ച് ഇല്ലാതായി പോകും. നിങ്ങൾ എന്ത് ഭരണമാണ് നടത്തുന്നത്? എന്താണ് നിങ്ങളുടെ എക്സ്പെരിമെന്റ്? നിങ്ങൾക്കൊരു ജലനയമുണ്ടോ? നിങ്ങൾക്കൊരു കാർഷിക നയമുണ്ടോ? നിങ്ങൾക്കൊരു വിദ്യാഭ്യാസ നയമുണ്ടോ? നിങ്ങൾക്ക് വ്യവസായത്തിന് വേണ്ടിയിട്ട് ഒരു നയമുണ്ടോ? അപ്പൊ ഇവരെന്ത് പറഞ്ഞു എന്നറിയോ? ഞങ്ങളെല്ലാം ശരിയാക്കും, LDF വരും, എല്ലാം ശരിയാവും. LDF വന്നു. എന്താ LDF ശരിയാക്കിയത്? LDF വന്ന് ശരിയായ ഏതെങ്കിലും ഒരു മേഖല കേരളത്തിലുണ്ടോ? LDF വന്ന് ശരിയാക്കാതെ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കേരള നിയമസഭയിൽ പ്രതിപക്ഷം എണീറ്റ് നിന്നുകൊണ്ട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? പാവപ്പെട്ടവരുടെ വീട്ടുപടിക്കിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവൻ മിഷൻ 7156 കോടി കേന്ദ്രം കേരളത്തിന് കൊടുത്തു. ആ പണം നിങ്ങൾ എന്ത് ചെയ്തു? പകുതി പണം നിങ്ങൾ എടുക്കണം. കേരള ഗവൺമെന്റ് 7156 കോടി പ്ലസ് 7156 കോടി രൂപ വെച്ചാലേ ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റൂ. നിങ്ങൾ എന്ത് ചെയ്തു? ആ പണം നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്തു എന്ന് വകുപ്പ് മന്ത്രി ചോദിച്ചിട്ടും ഉത്തരം പറയുന്നില്ല. 6000 കോടി രൂപ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി പൈപ്പ് കുഴിച്ചവനും കോൺട്രാക്ടർ പണിയെടുത്തവനും 6000 കോടി രൂപ കൊടുക്കാനുണ്ട് കേരളത്തിന്റെ ഗവൺമെന്റ്. 6000 കോടി രൂപ കൊടുത്തിട്ടില്ല. സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആയമാരുടെ ശമ്പളം മുതൽ പെൻഡിംഗ് ആണ്. എത്രയോ മാസത്തെ പെൻഷൻ അത് കുടിശ്ശിക വെക്കും. കുടിശ്ശിക വെച്ചിട്ട് വീണ്ടും കടമെടുത്തു കൊണ്ടുവരും. കടമെടുത്തു കൊണ്ടുവന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് 6 മാസം തകൃതിയായിട്ട് പെൻഷൻ കൊടുക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ കൂട്ടും. ഇപ്പൊ പെൻഷൻ കൂട്ടി. എന്തിനാ? ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പെൻഷൻ കൂട്ടുമ്പോ ഇത് കൊടുക്കാൻ കാശില്ല, ഇത് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോ PM ശ്രീ പദ്ധതിക്ക് ഞങ്ങൾ തയ്യാർ എന്ന് പറഞ്ഞത്. PM ശ്രീ പദ്ധതിക്ക് തയ്യാറെന്ന് പറഞ്ഞാൽ 3000 കോടി രൂപ കിട്ടും. ആ 3000 കോടി രൂപ 10 ദിവസം കൊണ്ട് കിട്ടിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പെൻഷൻ കൂട്ടിക്കൊടുക്കാൻ ആ പണമെടുത്ത് ഉപയോഗിക്കാമെന്നാണ് ചിന്തയെങ്കിൽ അതിന്റെ കറക്റ്റായിട്ടുള്ള കരട് രേഖ
അത് വായിക്കാൻ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്. ആറന്മുള കണ്ണാടിയും മേടിച്ചിട്ടല്ലേ പോയത്. അകത്ത് ചെന്ന് വാതിലടച്ച ഫോട്ടോ നമ്മൾ ആരും കണ്ടില്ല. പുറത്തു വന്ന് ആനച്ചമയം കൊടുത്ത ഫോട്ടോ നമ്മളൊക്കെ കണ്ടു. ഒരു കാര്യം ഉറപ്പാണ്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുകയാണ്, ഞങ്ങളെ ഇടി കൊണ്ടുപോയോ, കരുവന്നൂരിലെ സ്വത്ത് മുഴുവൻ ഞങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോയില്ലേ, എന്നിട്ട് ഞങ്ങളെ ആരെങ്കിലും പിടിച്ചോ? ആരെ? മന്ത്രിമാരെ ആരെങ്കിലും പിടിച്ചോ, അകത്താക്കിയോ എന്നാണ് അവർ ചോദിക്കുന്നത്. 3000 കോടി രൂപ എന്നെയും നിങ്ങളെയും കബളിപ്പിച്ച, ലോക കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് ഉയരാൻ ആഗ്രഹിച്ച, സ്വന്തം സഹോദരന്റെ പേര് പോലും ഇല്ലായ്മ ചെയ്ത അംബാനിയെ വരെ പിടിച്ചു ഇടി. അംബാനിയെ പിടിക്കാൻ, അനിൽ അംബാനിയെ പിടിക്കാൻ നല്ലൊരു അംബാനിയുണ്ട്. നാട്ടിലെ ജനങ്ങൾക്ക് ജോലി കൊടുക്കുന്ന, തൊഴിൽ കൊടുക്കുന്ന, ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു അംബാനിയുണ്ട്. ആ അംബാനി നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയാറുണ്ടല്ലോ, കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങളുടെ നരേന്ദ്രമോദിക്ക് വേർതിരിവുണ്ട് എന്ന്. എന്നാൽ ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് വേർതിരിവല്ല, ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് വകതിരിവുണ്ട്. ആ വകതിരിവുള്ളത് കൊണ്ട് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാർ നന്നായി മുന്നോട്ട് പോകും. നാടിനെ ചതിക്കുന്ന ബിസിനസ്സുകാരെ പിടിക്കും. ഈടി വന്നു 3000 കോടി എനിക്കും നിങ്ങൾക്കും പോക്കറ്റടിച്ച അനിൽ അംബാനിയെ പിടിച്ച് ഇപ്പൊ അകത്താക്കിയിരിക്കുകയാണ്. അതിലും മേലെയാണോ പിണറായിയുടെ കുടുംബക്കാരെ പിടിക്കാൻ? ഇതിന് കുറച്ചുനാൾ കാത്തിരുന്നാൽ മതി, കുറച്ചുനാൾ. ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്. നമ്മൾ കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കും. വേറെ രക്ഷയില്ല മനുഷ്യർക്ക് ജീവിക്കാൻ. ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനെയും മാറ്റി നിർത്തിക്കൊണ്ട് 20% വോട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പെട്ടിയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനം നൽകിയിട്ടുണ്ട്. എനിക്ക് സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കും, എന്റെ പെട്ടിയിൽ 28.9% വോട്ട് ആലപ്പുഴ പാർലമെന്റിൽ തന്നിട്ടുണ്ട്. ശ്രീമാൻ സുരേഷ് ഗോപിക്ക് നമ്മുടെ പ്ലസ് മണ്ഡലത്തിൽ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ജനം കൈയടിച്ചു പാസാക്കി അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് വിട്ടിട്ടുണ്ട്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ശ്രീമാൻ വി മുരളീധരനും, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരും അങ്ങനെ കട്ടയ്ക്ക് നിലനിൽപ്പ് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ. അപ്പൊ എത്രയായി? എത്ര MLA-മാരായി? കാരണം 7 പേർ ചേർന്നതാണ് ഒരു പാർലമെന്റ്, അല്ലെ? 7 പേർ ചേർന്ന ഒരു പാർലമെന്റിൽ 5 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇത്രയും വലിയ മുന്നേറ്റം നമുക്ക് നടത്താൻ സാധിച്ചുവെങ്കിൽ 20%-ഓളം വോട്ടുകൾ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള പ്രതിജ്ഞ. 8 വയസ്സായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. എനിക്ക് വരെ വയസ്സായി, 51 വയസ്സായി. കാലം കുറയായി നമ്മുടെ ഈ പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട്. എന്നേക്കാൾ മുതിർന്ന തലനരച്ച ആളുകൾ ഇരിക്കുന്നുണ്ട്. എന്തായിരുന്നു നമ്മുടെ സ്വപ്നം? നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് നമുക്കൊരു MLA വേണം, MP വേണം, മുഖ്യമന്ത്രി വേണം. അതിനുവേണ്ടിയല്ല നമ്മൾ പ്രവർത്തനം തുടങ്ങിയത്. നമ്മൾ പ്രവർത്തിച്ചത് അമരമാകണം എന്റെ രാഷ്ട്രം, നിത്യവിശ്രുതി നേടണം, നിഖില വൈഭവപൂർണമാവണം, എവിടെയും ജനജീവിതം. ആളുകളുടെ, ജനങ്ങളുടെ ജീവിതത്തെ നിഖില വൈഭവമാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ മുഖ്യധാരയിലൂടെ കടന്നു പോയിട്ടുള്ള ഈ പൂർവികന്മാരായ മുതിർന്ന ആളുകൾ ഇവിടെ വെച്ചിട്ടുള്ളത് കോൺഗ്രസ് വെച്ചതുപോലെ ഒരു വാഴയല്ല, മാർക്സിസ്റ്റ് പാർട്ടി വെച്ചതുപോലെ ഒരു വാഴയല്ല. നമ്മുടെ പൂർവികന്മാർ നമുക്ക് വേണ്ടി വെച്ചത് ഒരു തെങ്ങിന്റെ തൈയാണ്. ആ തെങ്ങിന്റെ തൈയിൽ തടം വെട്ടി, വെള്ളമൊഴിച്ചു, വളമിട്ടു. ആ ചെടി, ആ തെങ്ങ് അങ്ങനെ വളർന്നു വന്നു. ഇപ്പോ തെങ്ങ് പൂക്കാൻ വേണ്ടി നിൽക്കുന്ന, കായ്ക്കാൻ വേണ്ടി നിൽക്കുന്ന, കായ്ഫലം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പ്. ആ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ലോകമാരാധിക്കുന്ന നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ നിങ്ങൾക്കും നമ്മുടെ പ്രസ്ഥാനത്തെ ഹൃദയപൂർവ്വം ചേർത്തുകൊണ്ട് ഇവിടത്തെ NDA സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള BDJS-ന്റെ നേതൃത്വത്തിനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിൽ മുന്നേറ്റം നടത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് അവസരം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. വരാൻ പോകുന്ന നാളുകളിൽ നമ്മൾ തീരുമാനമെടുക്കാൻ പോകുന്നത് മാറാത്തത് മാറുമെന്നാണ് ഇപ്പൊ പോയത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മാറാത്തത് ഞങ്ങൾ NDA മാറ്റും കേരളത്തിൽ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് വരാൻ പോകുന്ന നാളുകളിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. നമ്മളുടെ ലക്ഷ്യം, നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി 100 രൂപ കൊടുത്താൽ ആ 100 രൂപ ജനങ്ങളുടെ പോക്കറ്റിലേക്ക് എത്തണം. ആ 100 രൂപ പാവപ്പെട്ട സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തണം. ആ 100 രൂപ ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വലിയ ശാസ്ത്രജ്ഞന്മാർക്ക് കിട്ടണം. നമ്മുടെ കുട്ടികൾ, അവരെ ശാസ്ത്രജ്ഞന്മാരാക്കി ഉയർത്തിയെടുക്കാൻ വേണ്ടി 1000 കോടിയാണ് ഒപ്പിട്ടങ്ങ് എഴുതി കൊടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ പണമല്ല,
ഇത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ പണമല്ല. ഈ പണം എന്ന് പറയുന്നത് ഈ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യരും നികുതി പണമടയ്ക്കുന്ന ആ പൈസ എടുത്തുകൊണ്ട് ഞാൻ കാവൽക്കാരനെ പോലെ സേവകനെ പോലെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലേക്ക് തരുന്ന ഫണ്ടിന്റെ കണക്ക് ചോദിച്ചാൽ ആ കണക്ക് മെയിലായിട്ട് 10 മിനിറ്റ് കൊണ്ട് അയച്ചു കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് വികസന പ്രവർത്തനങ്ങൾ വരും. അത് കിട്ടും, അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഈ അയ്യൂർ പഞ്ചായത്തിന്റെ വികസന രേഖ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വികസന രേഖയുമായി എല്ലാ വീടുകളിലേക്കും പോകണം. ഞാൻ രാജ്കുമാർ ഉൾപ്പെടെയുള്ള ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, പഴയ കാലമല്ല. കോൺഗ്രസുകാരന്റെ വീട്ടിലെ കുട്ടി മോദിമാമൻ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. താമര ചിഹ്നത്തിലാ വോട്ട്. അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ എന്തെങ്കിലും അറിയോ? അച്ഛൻ ഇവിടെ ഈ കോൺഗ്രസുകാരെ പറയുന്നതും കേട്ടിരുന്നാൽ കോൺഗ്രസ് പാർട്ടിയിലെ നല്ല നല്ല ആളുകളൊക്കെ BJPയിൽ വന്നു കഴിഞ്ഞു വെച്ചാ എന്ന് കുട്ടി അച്ഛനോട് പറയുന്നുണ്ട്. അതായത് ഒരു വഞ്ചിയുണ്ട്, ആ വഞ്ചിക്ക് ഓട്ട വീണു, അതിൽ വെള്ളം കയറി തുടങ്ങി, 1ാം തര കപ്പൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്, നങ്കൂരമിട്ടിരിക്കുകയാണ്. അതിൽ മോദിമാമന്റെ പാർട്ടിയുടെ കൂടെ ആ കപ്പലിൽ കയറിപ്പോയിട്ട് ജീവൻ രക്ഷിക്കല്ലേ അച്ഛനത് എന്ന് ചോദിക്കുന്ന കോൺഗ്രസുകാരുടെ വീട്ടിലെ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ, ആ കുട്ടികൾ നമുക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം മനസ്സിലാക്കിക്കൊണ്ട് എത്രയോ ആളുകൾ, ഇതായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി, AK ഗോപാലന്റെ പാർട്ടി, പഴയകാലത്തെ ഗൗരിയമ്മ പോലും പിടിച്ച കൊടി അല്ലെ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാർട്ടി, കൃഷ്ണപിള്ളയുടെ പാർട്ടി. ആ പാർട്ടി സാധാരണ മനുഷ്യർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ചുവെങ്കിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ പാർട്ടിയും ആരാണെന്നറിയുമോ? ദാസനും വിജയനുമാണ്. കാരണം ഗോവിന്ദൻ മാഷ് പിണറായി വിജയനെ കണ്ട വിറയ്ക്കും. ഗോവിന്ദൻ മാഷിക്ക് പിണറായി വിജയനെ കണ്ട പേടിയാണ്. എന്നാൽ ഇതായിരുന്നില്ല മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തീരുമാനിക്കും. ആ പാർട്ടിയിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ലോക്കൽ കമ്മിറ്റി മുതൽ അങ്ങ് സംസ്ഥാനം വരെ മീറ്റിംഗ് വിളിക്കും. ആ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് തെറ്റ് ചെയ്തവനെ തെങ്ങിൽ കെട്ടിയിട്ട് അടിക്കണമെന്ന് തീരുമാനമെടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഴയകാലത്തെ നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. ഇപ്പോ ഗോവിന്ദ മാഷ് പറയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരുപാട് തെറ്റ് ചെയ്തു. മുഖ്യമന്ത്രി അച്യുതാനന്ദൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ തെരുവീതിയിൽ പറഞ്ഞില്ല. സരിതയുടെ കേസ്, അത് ഞാൻ വീണ്ടും സോളാർ കേസ് ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാക്കാം തെരഞ്ഞെടുപ്പിൽ എന്നാണ്. രാഹുൽ മാങ്കൂട്ടം ചെയ്തതുപോലെ ആരും ചെയ്തിട്ടില്ല, ഇതൊരു വലിയ സംഭവമാണ് എന്ന് നാണമുണ്ടോ ഈ മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ? ഈ മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ ആഭ്യന്തര വകുപ്പ്? ഈ മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ പോലീസ്? പാവപ്പെട്ട പെൺകുട്ടികളെ പീഡിപ്പിച്ചപ്പോ 4 മാസം മുമ്പ് പരാതി VD സതീശന്റെ പോക്കറ്റിൽ കിട്ടിയതല്ലേ? VD സതീശന് പരാതി കൊടുത്തു, ഷാഫി പറമ്പലിന് പരാതി കൊടുത്തു. രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് VD സതീശൻ പറയാതിരുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞോ? MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകാൻ പറഞ്ഞോ? ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടോ? ആവശ്യപ്പെട്ടില്ല. എന്താ കാരണം? കാരണം നമ്മുടെ വിജയേട്ടൻ തന്നെ. പിണറായി വിജയൻ പറയാൻ ഒരു കഥ വേണം, ഒരു ചർച്ച വേണം. ആ ചർച്ചയ്ക്ക് സ്ത്രീ പീഡനം വേദിയാക്കണം. എങ്ങനെയാണോ സോളാർ കേസിൽ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി ഇന്ന കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് എങ്കിൽ അതുപോലെ തന്നെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ രാഹുലിന്റെ വിഷയമല്ല പറയേണ്ടത്. രാഹുലിന്റെ ഷട്ടിൽ ചെളിയാണ്, അതിനേക്കാൾ വലിയ ചെളിയുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ MLA ഷൊർണൂരിലെ ശശിയല്ലേ ആ പാർട്ടിയിൽ പ്രവർത്തിച്ച പെൺകുട്ടിയെ പീഡിപ്പിച്ചത്? എന്നിട്ട് അന്വേഷിക്കാൻ വേണ്ടി അന്വേഷണ കമ്മീഷന്റെ തലപ്പത്തായിട്ടല്ലേ യന്ത്രവുമായിട്ട് ശ്രീമതി ടീച്ചർ പോയത്? അവിടെയല്ലേ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞത് പീഡനം നടന്നിട്ടില്ല എന്ന്? നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? മുകേഷിനെ കൂടെ നിർത്തി, ശശിയെ കൂടെ നിർത്തി, മറ്റൊരു ശശിയെ ഉപദേശകനാക്കി നിർത്തി. CKP പത്മനാഭന്റെ മകളെ പീഡിപ്പിക്കാൻ പോയ ആ ശശിയെ ഉപദേശകനാക്കി നിർത്തിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ വിരൽ ചൂണ്ടുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റാണ്. അവനെ പിടിക്കണം, അറസ്റ്റ് ചെയ്യണം. എന്നാൽ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പാർട്ടിയിലെ പുരുഷന്മാരും. രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒരു മോശവുമില്ല. ഇത് കേരളത്തിലെ സ്ത്രീകൾ, അമ്മമാർ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ വികസനമാണ്, പഞ്ചായത്തിന്റെ വികസനമാണ്. അയ്യൂർ പഞ്ചായത്ത് മാറി മാറി ഭരിച്ചു, കേരളം മാറി മാറി ഭരിച്ചു. എത്രയോ വർഷമായി നിങ്ങൾ ഭരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് അവകാശമുള്ളൂ ചോദിക്കാൻ. കാരണം നമ്മൾ ചോദിക്കുന്നത് മാതൃവന്ദനം പദ്ധതി കൊണ്ടുവന്ന മോദിക്കൊരോട്ട്, ആയുഷ്മാൻ ഭാരത് കൊണ്ടുവന്ന മോദിജിക്കൊരോട്ട്, നമ്മുടെ കുട്ടികൾ കൈയേറ്റി കൊണ്ടുവന്ന മോദിജിക്കൊരു വോട്ട്,
നമ്മുടെ നാട്ടിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് കൊണ്ടുവന്ന നരേന്ദ്രമോദിക്ക് ഒരു വോട്ട്. മനുഷ്യന്റെ സമയം ലഘൂകരിച്ചുകൊണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇനിയും പണിപ്പുരയിൽ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബുള്ളറ്റ് ട്രെയിൻ ഉൾപ്പെടെ വരാൻ പോകുന്നു. ഹൈഡ്രജൻ ഇന്നലെ വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഒരു ഇന്ധനവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആധുനികമായ മറ്റൊരു ഇന്ധനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ട്രെയിനിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള റിസർച്ചാണ് മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നത്. പക്ഷെ ട്രെയിൻ ഓടിപ്പോകാൻ പാളം വേണ്ടേ? പാളത്തിന് ഫീസിബിലിറ്റി ഇല്ല കേരളത്തിൽ. ഞാൻ റെയിൽവേ വകുപ്പ് മന്ത്രിയെ 3 തവണ കണ്ടു. റെയിൽവേ വകുപ്പ് മന്ത്രി പറഞ്ഞു, ചോദിക്കുന്ന ട്രെയിനൊക്കെ തരാൻ ഇത് ഓടിപ്പോകാൻ ഫീസിബിലിറ്റി ഇല്ല റെയിൽവേ പാളങ്ങൾക്ക്. അതുകൊണ്ട് സ്ഥലം ഏറ്റെടുക്കണം, പാളങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. അതിന് കേന്ദ്രത്തിൽ നിന്ന് ആൾക്ക് വരാൻ പറ്റില്ല. കേരളത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകണം, MP-മാർ തയ്യാറാകണം. ഇപ്പൊ റോഡ് പൊളിഞ്ഞില്ലേ? നമ്മള് ദേശീയപാത റോഡ് പൊളിഞ്ഞു. കൊട്ടിയത്ത് എന്താ പൊളിഞ്ഞത്? മറ്റു സംസ്ഥാനങ്ങളിൽ എന്താ പൊളിയാത്തത്? ഇവിടെ റോഡ് പൊളിയുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണം. ആരാണ് ഈ റോഡ് പണിഞ്ഞത്? ആരാണ് സഹ ടെൻഡർ എടുത്തത്? ആരാണ് റോഡിന്റെ പണിക്ക് ഊരാളിങ്കൽ സൊസൈറ്റിയുടെ പണം ഉപയോഗിച്ചത്? ഉത്തരം പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണം. പ്രതിപക്ഷം ചോദിക്കണം, ആരാണ് ദേശീയപാതയുടെ റോഡുകളെല്ലാം ഏറ്റെടുക്കുന്നത്? ആർക്കാണ് സഹ ടെൻഡർ കൊടുക്കുന്നത്? ആരാണ് A+ കോൺട്രാക്ടർ? അവനെ കരിമ്പട്ടികയിൽ പെടുത്താൻ പറയണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ റോഡ് പണിയാൻ തീരുമാനിച്ചാൽ റോഡ് നന്നായി പണിയണം, ഇല്ലെങ്കിൽ അവരെ കരിമ്പട്ടികയിൽ പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ അവരെ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇവിടെ മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികൾ മുഴുവൻ വീടുകളിൽ കയറി ചെന്നുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് ആ വീടുകളിൽ വിശദീകരിച്ചു കൊടുത്ത് നമുക്ക് ഈ നാടിനെ മാറ്റണ്ടേ എന്നുള്ള ചോദ്യം ചോദിക്കണം. മകൻ അയർലൻഡിലാണ്, മകള് ജപ്പാനിലാണ്, വേറൊരാൾ ഉഗാണ്ടയിലാണ്, അച്ഛനും അമ്മയും വീട്ടിൽ തനിച്ചാണ്. ഇങ്ങനെയുള്ള ഒരു കേരളം മതിയോ? ഇങ്ങനെയുള്ള ഒരു കേരളം മാത്രം നമുക്ക് മതിയോ? ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ചെറുപ്പക്കാരുള്ള നമ്മുടെ കുട്ടികൾ അവർ വിദേശത്ത് പോയി, അവർ ലോകരാജ്യങ്ങളിൽ പോയി ഗതിയില്ലാതെ ഹോട്ടലിൽ പണിയെടുത്ത് പഠിക്കുകയാണ്. ഉക്രൈനിൽ ആലോചിച്ച് നോക്കണം. നമ്മുടെ നല്ല 1-ാം തരം കുട്ടികളെ പോയി അവർ ഗതികെട്ട് വേറൊരു സ്ഥലത്ത് പോയി അവിടെ ജോലി ചെയ്ത് അവർ എന്തുകൊണ്ടാണ്? നേഴ്സിംഗിന് അഡ്മിഷൻ കേരളത്തിലില്ല. അത് മൈസൂരിലുണ്ട്, കർണാടകയിൽ, ബാംഗ്ലൂരിൽ, വിവിധ പ്രദേശങ്ങളിലുണ്ട്. ഒരു കുട്ടിക്ക് നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനെങ്കിൽ കോയമ്പത്തൂർ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നേഴ്സിംഗ് കോളേജ് ഉണ്ട്. കേരളത്തിലില്ല. എന്താ കാരണം? കേരളത്തിൽ വേണ്ട എന്ന് ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നേഴ്സിംഗ് പഠിക്കാൻ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കാൻ കേന്ദ്രം തയ്യാറായിരിക്കെ അത് നേടിയെടുക്കാൻ സാധിക്കാതെ ആ മരുന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സെന്റർ പോലും നമ്മുടെ നാട്ടിലില്ല. ആലപ്പുഴയിൽ പണ്ട് KV തോമസ് ഉണ്ടാക്കിയിട്ടുള്ള മരുന്ന് കമ്പനി ഒഴിച്ച് ഒരു മരുന്ന് കമ്പനിയും കേരളത്തിന് സ്വന്തമായിട്ടില്ല. തമിഴ്നാട്ടിൽ മരുന്നുണ്ടാക്കുന്നു, കർണാടകയിൽ ഉണ്ടാക്കുന്നു, ആന്ധ്രയിൽ ഉണ്ടാക്കുന്നു, എല്ലാ സ്ഥലങ്ങളിലും മരുന്നുണ്ടാക്കുന്നുണ്ട്. നമുക്ക് മാത്രം അതില്ല. നെൽകർഷകർക്ക് പണം കൊടുത്തില്ലെങ്കിലും അരി വാങ്ങാൻ പോകുന്നുണ്ട് ആന്ധ്രയിൽ, നെല്ലൂരിലേക്ക്. അപ്പോഴല്ലേ കമ്മീഷൻ കിട്ടൂ? കോടിക്കണക്കിന് രൂപ. അരി വാങ്ങുമ്പോ കമ്മീഷൻ, പച്ചക്കറി വാങ്ങുമ്പോ കമ്മീഷൻ, ഫ്രൂട്ട്സ് വാങ്ങുമ്പോ കമ്മീഷൻ, മരുന്ന് വാങ്ങുമ്പോ കമ്മീഷൻ, വെള്ളം വാങ്ങുമ്പോ കമ്മീഷൻ. പെൺകുട്ടികളുടെ നെറ്റിയിലിടുന്ന സിന്ദൂരം മുതൽ ഈ പൊട്ടു മുതൽ വീട്ടിലേക്ക് അകത്തേക്ക് ചവിട്ടിക്കയറുന്ന ചവിട്ടി വരെ ഈ കേരളത്തിലേക്ക് ഇറക്കുമതിയാണ്. എന്താ കേരളം നന്നാവുന്നത്? നമുക്ക് വിഴിഞ്ഞം പോർട്ടുണ്ടായി. ആ വിഴിഞ്ഞം പോർട്ടിന് സ്ഥലം ഏറ്റെടുക്കണം. വലിയ കപ്പലുകൾ വന്ന് ചെറിയ കപ്പലുകളിലേക്കും അതുപോലെ തന്നെ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റിംഗ് റോഡ് വേണം. നമ്മൾ റിംഗ് റോഡ് ഉണ്ടാക്കാൻ പേപ്പട്ട് നോക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ. സ്റ്റാലിൻ തൂത്തുക്കുടി ഭാഗത്ത് സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു, നല്ല റോഡുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ജോലി വിഴിഞ്ഞം പോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഉണ്ടാക്കും. എല്ലാ യാത്രകളും കഴിഞ്ഞ് പിണറായി വിജയൻ തിരിച്ചു വന്നു. ഞാൻ 2 ദിവസം മുമ്പ് കണക്കൊന്ന് പരിശോധിച്ചു. കുറെ തവണയല്ലോ പോകുന്നു, വലിയ മാമാങ്കമല്ലേ. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാനാ പോകുന്നത്. എവിടെ നിന്ന്? അമേരിക്കയിൽ നിന്ന്, ട്രംപിന്റെ കയ്യിൽ നിന്ന്, പിന്നെ ഉഗാണ്ടയിൽ നിന്നൊക്കെ വാങ്ങാനാണെന്നാണ് നമ്മളോടൊക്കെ പറയുന്നത്. എന്നിട്ടോ എത്ര കിട്ടി? ഗുജറാത്തിൽ കഴിഞ്ഞ ഒറ്റക്കൊല്ലം കൊണ്ട് 48,000 കോടി ഇൻവെസ്റ്റ്മെന്റ് വന്നു. ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും 50,000 കോടി രൂപയോളം ഏറ്റക്കുറച്ചിലുകളുണ്ട്. അത് 37,000 40,000 കോടി കിട്ടി. ഈ മഹാൻ 10 കൊല്ലം LDF വരും, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് 3,300 കോടി. ഏത് പ്രധാനമന്ത്രി PM ശ്രീക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ. ഇതാണ് ലോകം മുഴുവൻ ചുറ്റി നടന്ന്
കേരളത്തിലേക്ക് വന്നിട്ടുള്ള വ്യവസായ നിക്ഷേപം. അപ്പൊ പോണത് എന്തിനാ പോകുന്നത്? ആ കടകളിലേക്ക് ഞാൻ കടക്കുന്നതിന് സമയത്തിന്റെ പരിമിതിയുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഭരിക്കാൻ നമുക്കൊരു മുഖ്യമന്ത്രി വേണ്ട. നമുക്ക് ഈ പഞ്ചായത്തിനെ സംരക്ഷിക്കാൻ, ഈ പഞ്ചായത്തിലേക്ക് ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരികയാണ്. ഈ പഞ്ചായത്ത് നിങ്ങൾ പിടിച്ചു തന്നാൽ ഈ പഞ്ചായത്തിലേക്ക് 2 കേന്ദ്രമന്ത്രിമാരുടെ കർശനമായ സംഭാവന റോഡിന്റെ രൂപത്തിൽ, വികസന പദ്ധതികളുടെ രൂപത്തിൽ ഉണ്ടാകും. അതിന് ഇടനിലക്കാരിയായിട്ട് ഞാനും, അതിന്റെ ഇടനിലയായിട്ട് പാർട്ടിയുടെ സംസ്ഥാന ഘടകവും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ടാണ് അയിരൂർ പഞ്ചായത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ എന്റെ പ്രസംഗം കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഇതെല്ലാവരും കേൾക്കുന്നുണ്ടാവും. കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനോടും ഒക്കെയുള്ള എന്റെ അപേക്ഷ എന്ന് പറയുന്നത്, ഈ നാടിനെ, അയിരൂർ പഞ്ചായത്തിനെ മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ മാറ്റാനുള്ള ഞങ്ങളുടെ ഭഗീരഥ പ്രയത്നത്തിൽ നിങ്ങളുടെ കൂടി സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും ഈ കപ്പലിൽ നിങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കുറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 3 പേരെ ഞാൻ സ്വീകരിച്ചു. നിങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ നല്ല ഒരു സ്റ്റേഡിയം ഒരുക്കും. ആ സ്റ്റേഡിയത്തിൽ ഒരു ഭാഗത്ത് ഇന്ത്യയെ, മറുഭാഗത്ത് വേണമെങ്കിൽ വി.ഡി. സതീശന്റെ പാർട്ടി പിരിച്ചുവിട്ട് പിണറായി വിജയന്റെ പാർട്ടിയിൽ ലയിക്കാം. അല്ലെങ്കിൽ പിണറായിയുടെ മാർക്സിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒരു മുന്നണിയായിപ്പോ അതാ നല്ലത്. ബീഹാറിനെ പോലെ നിങ്ങൾ അങ്ങനെ മുന്നണിയായാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. എന്താണ്, ഒരു ഭാഗത്ത് ഞങ്ങൾ ഉണ്ടാകും. വിക്കറ്റ് നമ്മൾ അവന്മാരുടെ വീഴ്ത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കുക എന്നുള്ള ശക്തമായിട്ടുള്ള പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മൾ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഇവിടെ പേടിക്കേണ്ട. അയിരൂർ പഞ്ചായത്ത് പിടിച്ച MLA ഉണ്ടാക്കും. അപ്പൊ MLA ഉണ്ടായിക്കഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞാൽ മതി. രാജ്കുമാർ വിളിക്കും, ഞങ്ങൾക്ക് ഇന്ന കാര്യം ചെയ്യണം, ഈ കാര്യം ചെയ്തിട്ടില്ല, ഞാൻ സംസ്ഥാന നേതാവാണ്. എന്നോട് ആളുകൾ ചോദിക്കുന്നു, 41 ദിവസം മാത്രം മതി സമയമെന്നാണ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ 41 ദിവസം കൊണ്ട് അയിരൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള വികസന രേഖയുടെ പൂർണ്ണരൂപം നമ്മൾ വെക്കുകയും ജനസഭ വിളിച്ചുകൂട്ടിക്കൊണ്ട് അവരുടെ താല്പര്യാർത്ഥം നമ്മൾ ഭരണകൂടം മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് സംസ്ഥാന ഘടകത്തിന് വേണ്ടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് റോഡിലാണ്